ഇപ്പോൾ ഹൈക്കോടതിയിൽ ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരു ജഡ്ജ് ഒരു വലിയ കേസിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണല്ലോ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനെപ്പറ്റി എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ ഹൈക്കോർട്ടിലുള്ള കേസല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ ഇത്രയും കാലം അഡോപ്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ഹൈക്കോടതിയിലെ കേസ് വരുന്നതോടുകൂടി മാറും. ഹൈക്കോർട്ടിൽ എന്താണ് ഇപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ് ഈ സമയത്ത് നിലവിലിരിക്കുക. ഇനി ചിലപ്പോൾ ആ തോറ്റുപോയ ആളുകൾ പോയിട്ട് സുപ്രീം കോർട്ടിൽ പോവുകയാണെങ്കിൽ സുപ്രീം കോർട്ടിൽ പോയതിന് ശേഷം സെയിം ജഡ്ജ്മെൻറ്റ് ശരിവെക്കുകയാണെങ്കിൽ അത് നിയമമായി മാറും. അതായത് പിന്നീട് അത് അട്ടിമറിക്കാനായിട്ട് സാധ്യതയില്ല. വേറെ അപ്പലേറ്റ് ബോഡി ഇല്ലല്ലോ. ആ സുപ്രീം കോർട്ടിൽ ചിലപ്പോൾ റിവിഷൻ കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്ത് എല്ലാം തീർന്നു കഴിയുമ്പോൾ പിന്നെ അതൊരു ലോ ആയിട്ട് മാറും. ഇപ്പോൾ ഹൈക്കോടതി വിധി പ്രകാരം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും അത് അംഗീകരിക്കുക. കാരണം അത് അംഗീകരിക്കാതെ അതിനെ എന്താ പറയണത്, തൃണവൽഗണിക്കുകയോ അതിനെ എതിർത്ത് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കോടതി അലക്ഷ്യമായിട്ട് മാറും. അപ്പോൾ ആ കേസ് എന്താണെന്ന് ചുരുക്കത്തിൽ പെട്ടെന്ന് ഞാൻ പറയാം. ഒരു അച്ഛന് ആ അച്ഛൻ്റെ ഇൻഹെറിറ്റൻസ് കിട്ടി എന്ന് പറഞ്ഞാൽ ആ അച്ഛൻ്റെ പെങ്ങന്മാരും അവരൊക്കെ ആയിട്ടുള്ള ഒരു പാർട്ടീഷൻ ചെയ്ത് കുറച്ച് സ്വത്ത് കിട്ടി. ആ സ്വത്ത് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അവകാശമുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ 2004 ശേഷം ഒരു മരിച്ചു പോകുന്ന ആളുകളുടെ പെൺമക്കൾക്ക് അവരുടെ അച്ഛൻ്റെ പ്രോപ്പർട്ടിയിൽ തുല്യാവകാശമാണ്. എങ്ങനെയുള്ള പ്രോപ്പർട്ടിയിൽ? ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടിയിൽ, കേട്ടോ. അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ചാൽ 1976 ഈ ഒരു ആക്ട് ഉണ്ടാക്കിയ ആൾക്കാർ കൂട്ടുകുടുംബ വ്യവസ്ഥിതി നിർത്തലാക്കുന്നു എന്ന് പറഞ്ഞു. കാരണം അതിനു മുമ്പൊക്കെ ഇപ്പോൾ ഒരു ഹിന്ദു മിതാക്ഷര ലോ അനുസരിച്ച് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്ക് ഒരു മൂത്ത പുത്രനോ അല്ലെങ്കിൽ ഒരു മൂത്ത അമ്മാവനൊക്കെയാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നിരുന്നത്. ആ സമയത്ത് ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് പോലും അവകാശം വരികയും ചിലപ്പോൾ പാർട്ടീഷൻ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു സിസ്റ്റർ പ്രസവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് അവകാശം ഉണ്ടാവില്ല. അപ്പം ഈ പ്രസവിക്കാതെ ഇരുന്ന അല്ലെങ്കിൽ കല്യാണം കഴിക്കാതിരുന്ന ചെറിയ സിസ്റ്ററിന് കുറച്ച് സ്വത്തേ കിട്ടുള്ളൂ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷം 1976 ആ പരിപാടി അങ്ങ് നിർത്തി. കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഇനി മുതൽ കേരളത്തിലില്ല. ചെറിയ 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 യൂണിറ്റുകളായിട്ടുള്ള കുടുംബങ്ങളാണ് പിന്നീട് നിയമവ്യവസ്ഥിതിയിൽ വരുന്നത്. അങ്ങനെയുള്ള കുടുംബം എന്ന് പറയുമ്പോൾ അച്ഛൻ, അമ്മ, മക്കൾ, ഇതാണ് ഒരു യൂണിറ്റ്, ഒരു കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ജീവിച്ചുകൊണ്ട് വരുന്നുകൊണ്ടിരിക്കുമ്പം ഈ അച്ഛനും അമ്മയും കൂടെ ചേർന്നിട്ട് ചിലപ്പോൾ അവർക്ക് കുടുംബത്തിൽ നിന്ന് അവരുടെ ആ അച്ഛൻ്റെ അമ്മയുടെയും കുടുംബത്തിൽ നിന്നും അവർക്ക് കിട്ടിയ സ്വത്തുക്കൾ കുറേ കഴിയുമ്പോൾ അവരുടെ മക്കൾക്ക് കൊടുക്കും, അല്ലേ? ആ സ്വത്തിനെയാണ് ഈ നിയമം ബാധകമാകുന്നത്. സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സ്വത്തിന് അത് ബാധകമേ അല്ല. പാർട്ടീഷൻ ഡീഡൊക്കെ ചെയ്താണ് ആ സ്വത്ത് കിട്ടിയതെങ്കിൽ മാത്രമാണ് അത് ബാധകമാകുക. പക്ഷേ അതിന് ഇനിയും ഉണ്ടൊരു കാര്യം. പാർട്ടീഷൻ ചെയ്ത് കിട്ടി അത് സ്വന്തം സ്വയാർജിത സ്വത്തിൻ്റെ ഒരു രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ അച്ഛന് ഈ മകന് വേണ്ടിയിട്ട് വേണമെങ്കിൽ സ്വന്തമായിട്ട് കൊടുക്കാൻ പറ്റും. എങ്ങനെയുള്ള സ്വത്തിലാണ് കൊടുക്കാൻ പറ്റാത്തത്? പാർട്ടീഷൻ ചെയ്ത് കൊടുക്കാതെ ഇൻഹെറിറ്റൻസ് രൂപത്തിൽ വന്നിട്ടുണ്ടാവില്ലേ? ആ അപ്പൂപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ഇൻഹെറിറ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയതാണെന്ന് പറയുമ്പോഴേക്കും ആ ഇൻഹെറിറ്റൻസ് അച്ഛന് കിട്ടിയതിൽ ഈ മക്കൾക്ക്, പെൺമക്കൾക്കും അവകാശമുണ്ടെന്നാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പം നിങ്ങൾ 1 ഏക്കർ സ്ഥലം വാങ്ങിച്ചു. ഞാനിപ്പോൾ 1 ഏക്കർ സ്ഥലം വാങ്ങിച്ചു എന്നിരിക്കട്ടെ. എനിക്കൊരു മകനും ഒരു മകളും ആണെങ്കിൽ എൻ്റെ ഇഷ്ടമാണ് അത് മുഴുവൻ മകൾക്ക് കൊടുക്കണോ അതോ മുഴുവൻ മകന് കൊടുക്കണോ എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. കാരണം അത് ഞാൻ എൻ്റെ പണം കൊടുത്ത് മൂന്നാമതൊരാളിൽ നിന്ന് വാങ്ങുന്നതാണ്. അല്ലാത്ത സ്വത്തുക്കളാണ് ഈ പാർട്ടീഷൻ ചെയ്യാതെ കിടന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഇൻഹെറിറ്റൻസ് ആയിട്ട് കിട്ടുന്ന സ്വത്തിനെയാണ് ഇപ്പം ഈ പറഞ്ഞ വിധി ബാധിക്കുക. അതും 2004 ശേഷം മരിച്ചുപോയ അച്ഛൻ്റെ പെൺമക്കൾക്ക്, കേട്ടോ. അതുകൊണ്ടാണ് ആ വിൽപ്പത്രം, അങ്ങനെയുള്ള പ്രോപ്പർട്ടിയിൽ എഴുതിയിരുന്ന വിൽപ്പത്രം കോടതി ഇടപെട്ട് റദ്ദാക്കുന്നത്. അല്ലാതെ വന്നിട്ട് റദ്ദാക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അവകാശമുള്ള ഭൂമിയിൽ എഴുതിയിരിക്കുന്ന വിൽപ്പത്രം റദ്ദാക്കാൻ അദ്ദേഹത്തിന് അവകാശം ഇല്ലല്ലോ അത് എഴുതാനായിട്ട്. സോ അത് നിലനിൽക്കുന്നതേ അല്ല.
അങ്ങനത്തെ വിൽപ്പത്രം അതാണ് പറഞ്ഞത് കേട്ടോ. അല്ലാതെ ഇപ്പം ഒരു അച്ഛൻ സ്വന്തം ഒരു വീട് ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കട്ടെ. ഇപ്പോൾ ഈ 2005 ആ അച്ഛൻ മരിച്ചു പോവുകയും എന്നാൽ അത് തൻ്റെ പുത്രനായിട്ട് എഴുതി വെക്കുകയും ചെയ്താൽ, അതായത് മകളെ എല്ലാം കല്യാണം കഴിപ്പിച്ച് വിട്ടതിന് ശേഷമായിരിക്കും വേണമെങ്കിൽ തീരുമാനിച്ചിട്ടുണ്ടാവും ഇത് എൻ്റെ മകന് കൊടുക്കാനുള്ളതാണെന്ന് തീരുമാനിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പോയിട്ട് പെൺമക്കൾ കേസ് കൊടുത്താൽ കാര്യമില്ല. വിൽപത്രമൊക്കെ എഴുതി വെച്ചിട്ട് പോവുകയോ സെറ്റിൽമെൻറ്റ് എഴുതി വെച്ചിട്ട് പോവുകയോ ഒക്കെ ചെയ്താൽ ഒരു കാര്യമില്ല. അത് വെറുതെ ടൈം വേസ്റ്റുമാണ്, ഒരു സഹോദര സ്നേഹം ഇല്ലാതാക്കും എന്നുള്ളതാണ്. കറക്റ്റായിട്ട് പലയിടത്തും പല വക്കീലന്മാരും അത് പറയുന്നുണ്ട്, കറക്റ്റായിട്ട് പറയുന്നുണ്ട്, കുറേ പേരുടെ ഇതിൽ കേൾക്കാവുന്നുണ്ട്. അപ്പോൾ അത് ജഡ്ജ്മെൻറ്റൊക്കെ വായിച്ച് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും എങ്ങനെയുള്ള പ്രോപ്പർട്ടിയാണ്. സെൽഫ് അക്വയർഡും സ്വയാർജിതമായിട്ടുള്ള പ്രോപ്പർട്ടിയിൽ എഴുതി വെച്ചിരിക്കുന്ന വിൽപത്രത്തിനൊന്നും ഈ വിധി ബാധകമല്ല. അതല്ലാതെ പൂർവിക സ്വത്തിലാണ്. പിതൃസ്വത്ത് എന്ന് പറയുമ്പോൾ ആളുകൾ എങ്ങനെയാണെന്നറിയാമോ അത് വിചാരിക്കണേ? അച്ഛൻ്റെ സ്വത്താണ് പിതൃസ്വത്ത് അല്ല, പൂർവിക സ്വത്തിനെയാണ് ഈ പിതൃസ്വത്ത് എന്ന് ഇവിടെ പറയുന്നത്. അല്ലാണ്ട് അച്ഛൻ മേടിച്ച സ്വത്തിന് പിതൃസ്വത്ത് എന്ന് പറഞ്ഞാൽ അത് അക്വയർഡ് സെൽഫ് അക്വയർഡ് പ്രോപ്പർട്ടിയും വരാമല്ലോ അതിനകത്ത്. സോ ഒരു വേർഡിനെ എടുത്തിട്ട് 2-3 തരത്തിലൊക്കെ ചിന്തിച്ച് നോക്കണം. അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് കയറി അപ്പോൾ എല്ലാവർക്കും പോയിട്ട് ചോദിക്കാം എന്ന് പറയരുത്. അവരത് വെച്ച് ജീവിച്ച് ചിലപ്പോൾ ഒരു ലോണൊക്കെ എടുത്ത് ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിക്കുന്നവരുടെ കഞ്ഞിയിൽ പോയി പാറ്റിയിടരുത് കേട്ടോ. സിസ്റ്റേഴ്സൊക്കെ ആലോചിച്ച് ചെയ്യണം. ഒരിക്കലും നമ്മളിതൊന്നും മുകളിലോട്ട് എടുത്തുകൊണ്ട് പോകാൻ പോകുന്നില്ല. ഇന്ന് അങ്ങോട്ട് വരുമെന്നും പറഞ്ഞ് നമ്മളെ മുകളിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ വേറെ എല്ലാം അവിടെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങ് പോകേണ്ടി വരും. അതിൽ നല്ലത് ബന്ധങ്ങൾ സൂക്ഷിച്ച അവരുടെയൊക്കെ ഒരു മനസ്സും അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയും അവരുടെയൊക്കെ ഒരു സ്മൈലും, അതായത് ബ്രദേഴ്സിൻ്റെ അടുത്തൊക്കെ വഴക്കിടാൻ പോകുന്നത് ഒട്ടും അഭികാമ്യമല്ല, ഒട്ടും നല്ലതുമല്ല. നമുക്ക് ഇപ്പോൾ ഈ അച്ഛനും അമ്മയും ഇല്ലാതെ ആയി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരേ ഒരു റിലേഷൻ ആ സിസ്റ്ററോ അല്ലെങ്കിൽ ബ്രദറൊക്കെ ആയിരിക്കും. അത് വേണ്ടാന്ന് വെച്ച് കഴിയുന്നവരുടെ മനസ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു നികൃഷ്ടം ജന്മങ്ങളായിരിക്കും അങ്ങനെയുള്ള സിസ്റ്റേഴ്സൊക്കെ. ബ്രദേഴ്സിന് എഗൻസ്റ്റ് ആയിട്ടൊക്കെ എന്താ ഞങ്ങൾക്ക് ഇത് വേണം, എന്ത് കാര്യത്തിനാണ്? അപ്പോൾ അവർ ആ ബ്രദറിന് കൊടുക്കുന്ന വാല്യൂ എന്താണ് അല്ലേ? ഒരു വാല്യൂ കൊടുക്കാതെ ജയിക്കുന്നവരല്ലേ ഇങ്ങനെ കേസുകളൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഇപ്പം അവർ ആ കേസ് കൊടുത്ത് അവർ ജയിച്ചതിൻ്റെ പിന്നിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരുപാട് സ്വത്തുക്കളുള്ള ഒരു വീട്ടിൽ ബ്രദറിന് മാത്രമായിട്ട് ഇങ്ങനെ ചിലരിങ്ങനെ ബയസ്ഡ് ആയിട്ടൊക്കെ ചെയ്യില്ലേ, അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടും അതിലൊരു നിയമം ഉള്ളത് കൊണ്ടുമായിരിക്കാം ആ സിസ്റ്റേഴ്സിന് കുറച്ചെങ്കിലും നീതി കിട്ടിയതല്ലേ. നീതി കിട്ടാത്തതും വഴക്കിടുന്നതുമായ ബ്രദേഴ്സും ഉണ്ട്. അപ്പോൾ ബ്രദേഴ്സ് എന്ത് ചെയ്യണമായിരുന്നു? ഇവർ പറയുന്നതിൽ ന്യായമുണ്ടോ? എല്ലാവരും ഇരുന്ന് ആലോചിച്ചിട്ട് അവർക്ക് കൊടുക്കേണ്ടതുണ്ടോ, അവർക്ക് കൊടുക്കാൻ അർഹതയുണ്ടോ എന്ന് നോക്കിയിട്ട് ചെയ്യാമായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ വന്നു പോയ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. അത് മാധ്യമങ്ങളിലും വന്നു. ആ അച്ഛനൊക്കെ എന്ത് കാര്യമാണല്ലേ ആ ചെയ്തു വെച്ചത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു അച്ഛന് കുറച്ച് സ്വത്തുണ്ടെങ്കിൽ എല്ലാവരെയും കൂടെ വിളിച്ചിരുത്തിയിട്ട് സംസാരിച്ചാൽ എന്താ? അവരെന്തിനാണ് ഈ പെൺമക്കളെയും ആൺമക്കളെയൊക്കെ ശത്രുപക്ഷത്താക്കുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ വിട്ടുകൊടുത്തിട്ട് അദ്ദേഹം പോയി കാര്യങ്ങളിൽ എന്താ ഒന്നും പ്രശ്നമില്ലല്ലോ അവർക്ക് അങ്ങോട്ടെല്ലാം എഴുതി വെച്ചിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ. ബാക്കിയൊക്കെ ഇവർ തമ്മിൽ അടിച്ചോളും അല്ലേ? അപ്പോൾ ബ്രദേഴ്സും സിസ്റ്റേഴ്സും കുറച്ചും കൂടെയൊക്കെ ചിന്തിക്കുക. കോടതി വിധികൾ എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ കൊണ്ടുവരുന്ന പേപ്പേഴ്സും ഡോക്യുമെൻസും എല്ലാം നോക്കി അവലോകനം ചെയ്തായിരിക്കാം കോടതി വിധികളൊക്കെ വരുന്നത്. പക്ഷേ അത് റിലേഷൻഷിപ്പിനെ ബാധിച്ചാൽ പിന്നെ നമുക്ക് ആ റിലേഷൻ ഒരിക്കലും ശരിയാവില്ല. പണ്ടത്തെ ഈ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ മാറ്റുകയും മറിക്കുകയൊക്കെ ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ സാഹചര്യങ്ങൾ മാറുന്നത് കൊണ്ടായിരുന്നല്ലോ. പലയിടത്തും പെൺമക്കളെ അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കാതിരുന്നിട്ടുണ്ട് പണ്ട്. അതിനു മുമ്പൊക്കെ പെൺമക്കൾക്കായിരുന്നു സ്ഥാനം അല്ലേ? അവരല്ലേ പ്രോപ്പർട്ടിയൊക്കെ ഡീൽ ചെയ്യുന്നതും അമ്മാവന്മാരും ഒക്കെ അവിടെ തന്നെയല്ലേ ജീവിക്കുന്നത്. കല്യാണം കഴിച്ച് പുറത്തേക്ക് പോകുന്നില്ലല്ലോ പെൺകുട്ടികൾ. അപ്പോൾ ആ ഒരു ചടങ്ങൊക്കെ മാറ്റാൻ വേണ്ടി ആയിരിക്കാം ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. പിന്നെ അത് കഴിഞ്ഞതാ ഇപ്പോൾ തുല്യം എന്ന് പറയുന്നു. തുല്യം ആയിക്കോട്ടെ, വളരെ നല്ലതാണ്. പക്ഷെ അത് സ്വർണം കൊടുക്കുന്നതിലും പോക്കറ്റ് മണി കൊടുക്കുന്നതും എല്ലാം കണക്കാക്കി അതിൽ നിന്നും തുല്യമായിരിക്കണം, അതും തുല്യമായിരിക്കണം. അത് എല്ലാവർക്കും ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ. ഒരു 10 ലക്ഷം രൂപയുടെ സ്വർണം കൊടുത്തിട്ടുണ്ടെങ്കിൽ 90 ലക്ഷം 1 കോടി രൂപയുടെ സ്വത്താണ് അച്ഛനുള്ളതെങ്കിൽ അവർക്ക് 10 ലക്ഷം കൊടുത്തില്ലേ? പിന്നെ 90 ലക്ഷം 1 crore ആ സ്വത്ത് പിന്നെയും ഡിവൈഡ് ചെയ്ത് 50 ലക്ഷം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ.
1 കോടിയുടെ സ്വത്ത് ഡിവൈഡ് ചെയ്തിട്ട് 40 കൊടുത്താൽ മതിയല്ലോ, 10 ഓൾറെഡി കൊടുത്തു കഴിഞ്ഞില്ലേ. അപ്പം മകന് അത് കുറച്ച് കൂടുതൽ കിട്ടിക്കോട്ടെ, 60 കിട്ടും. അപ്പം ഇവർ പറയുന്നത് എന്താണെന്നറിയാവോ, ഇവരുടെ ഒരു കണക്കനുസരിച്ച് അവർ പറയുന്നത് ഞങ്ങൾ 40 അവിടെ നിന്ന് മേടിക്കും. അപ്പോൾ ബ്രദറിന് 60 ആവില്ലേ എന്നാണ് ചോദിക്കുന്നത് ചിലർ. എന്തടിസ്ഥാനത്തിലാണ് ഈ കണക്കുകളൊക്കെ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പക്ഷേ ദിസ് ഈസ് ഹൗ ഇറ്റ് ഷുഡ് ബി. ഈക്വൽ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും ഈക്വൽ ആയിരിക്കണം. പിന്നെ അച്ഛനും അമ്മയ്ക്കും വയ്യാതെ ആകുമ്പോഴും ഈക്വൽ ആയിരിക്കണം. പൈസയും കൊടുക്കണം, വന്ന് നിന്ന് നോക്കുകയും വേണം, വേണ്ടേ? അല്ലാതെ ഇത് മാത്രം വാങ്ങിച്ചുകൊണ്ട് പോയി പെൺമക്കൾ അവിടെ പോയിരുന്നിട്ട് പിന്നെ എന്തെങ്കിലും അസുഖം അച്ഛനും അമ്മയ്ക്കും വന്നാൽ തിരിഞ്ഞു നോക്കൂല. ബ്രദർ തന്നെ വേണം എല്ലാം ചെയ്യാനായിട്ട്. ആ ഹോസ്പിറ്റലിലെ ഒരു ബില്ലടയ്ക്കാത്ത മക്കളൊക്കെ ഉണ്ട്. എൻ്റെ വീട്ടിലെയോ അല്ലെങ്കിൽ അരവിന്ദൻ്റെ വീട്ടിലെയോ കാര്യമല്ല കേട്ടോ ഞാൻ പറയണേ. അവരെല്ലാം കറക്റ്റായിട്ടൊക്കെ തന്നെ ചെയ്യുന്നവരാണ്. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അത് അങ്ങനത്തെ ആണെന്ന് വിചാരിക്കരുത്. പലതും അവിടെ നടന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും അങ്ങനെയല്ല. അച്ഛൻ്റെ അമ്മയുടെയും കാര്യത്തിലൊക്കെ അവർ 3 പേരും തുല്യമായിട്ടൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, പ്രസൻ്റായിട്ട് ചെയ്യുന്നത്, അതായത് വന്ന് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യാറില്ലെന്ന് മാത്രം. പണമൊക്കെ അവർ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ വരില്ല, വന്ന് നിന്ന് നോക്കാൻ പറഞ്ഞാൽ വരികയേയില്ല. അമ്മയെ നോക്കാനൊക്കെ പെൺമക്കളാണ് കൂടുതലും, എന്താ പറയുക, കൂടുതലും കരുതൽ പെൺമക്കൾക്കായിരിക്കും അല്ലേ എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അതൊന്നും അവിടെ ഇല്ല. എപ്പോഴും ആൺമക്കളുടെ ഷോൾഡറിലാണ് ഈ ഹോസ്പിറ്റൽ തിങ്സ് എല്ലാം വരുന്നത്. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ, എന്താ പറയുക, അവർക്ക് ചെയ്യണമെന്ന് അവർക്ക് ഇല്ലായിരിക്കാം. അവരുടെ കർമ്മ അവർ ചെയ്തു പോകുന്നെന്ന് വിചാരിച്ചാൽ മതി. നിങ്ങളുടെ വീടുകളിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ട് കാര്യമില്ല. നമ്മളോട് വിരൽ ചൂണ്ടുന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് പറഞ്ഞാൽ മതി. അതായത് മരുമക്കളുടെ ആണ് അമ്മമാരെ നോക്കേണ്ടതെന്ന് വരുന്ന കുറേ പെൺമക്കളൊക്കെ ഉണ്ടെന്നാണ് DMൽ മനസ്സിലാവുന്നത്. അപ്പം ഞാൻ പറയാറുണ്ട് അത് വേണ്ട, അത് മക്കളുടെ ഉത്തരവാദിത്തമാണ്. ആണായാലും പെണ്ണായാലും മക്കൾ ആരാണോ അവരുടെ ഉത്തരവാദിത്തമാണ്. മരുമക്കളുടെ ഉത്തരവാദിത്തം അല്ല അമ്മായിയമ്മയും അമ്മായിച്ചനെയും നോക്കേണ്ടത്. അത് പച്ചയ്ക്ക് പലരും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ജഡ്ജിമാരൊക്കെ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. സ്നേഹം എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങാൻ പറ്റൂല. അവർക്ക് മനസ്സിൽ തോന്നി ചെയ്യണം അല്ലേ. ചിലപ്പോൾ ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ച അമ്മായിയമ്മയൊക്കെ പോയി നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരുമകൾക്കും സൗകര്യം ഉണ്ടാവില്ല, മനസ്സും ഉണ്ടാവില്ല. പിന്നെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് പോയി ചെയ്യുന്നു എന്ന് മാത്രം. അങ്ങനെ ചെയ്താൽ തന്നെയും അവരുടെ എന്താ പറയുക, ഇഷ്ടത്തോടു കൂടി ചെയ്യാത്ത ഒരു സാധനമൊന്നും ശരിയാവില്ലല്ലോ. എന്തിനാണ് അങ്ങനെ എല്ലാവരുടെയും മനസ്സമാധാനം കളയുന്നത്? ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആരും ചെയ്യാൻ നിർബന്ധിക്കരുത്, ഏത് രീതിയിലാണെങ്കിലും. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സോ പ്രോപ്പർട്ടി ഉള്ള അച്ഛനമ്മമാർ പെൺമക്കൾക്കും കൂടി തുല്യമായിട്ട് പങ്കു കൊടുക്കുന്നതാണ് അഭികാമ്യം. ഫ്യൂച്ചറിൽ ഇത്തരത്തിലുള്ള 10, 30 വർഷമൊക്കെ നീണ്ടുപോകുന്ന കേസുകളിൽ നിന്നും നിങ്ങളുടെ മക്കളെ രക്ഷിക്കാം. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം ഒരുപാട് പൊന്നു കൊടുത്ത് വിട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും തോന്നൂലേ ഇത്രയും കൊടുത്തു, പിന്നെയും ഞങ്ങളുടെ അടുത്ത് നിന്ന് 3-1 ചോദിക്കുന്നു. ഇത് എന്തൊരു ഇതാണ്, 3 മക്കളൊക്കെ ഉള്ളിടത്തേ അധികം സ്വത്തുള്ളവരും അല്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സിബ്ലിംഗ് റൈവൽറി ഉണ്ടാകും. എന്തെങ്കിലും ഒരു പെർമിറ്റേഷൻ കോമ്പിനേഷനിൽ കുഴപ്പങ്ങൾ വരും. എല്ലാവരുമായിട്ട് ഒരു സഹകരണം ഉണ്ടാവില്ല. പിന്നെ നിങ്ങളുടെ ഫാമിലി ശിഥിലമായി പോകും. നിങ്ങൾക്ക് അങ്ങനെയാണ് വേണ്ടതെങ്കിൽ ഓക്കെ. ഈ ബ്രിട്ടീഷുകാരുടെ ഇതുപോലെ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ആണെങ്കിൽ ദെൻ ഡു ഓൾ ദീസ് തിങ്സ്. മക്കൾ അടിച്ചു ചാകട്ടെ, നിങ്ങൾക്ക് എന്താ അല്ലേ. ഓക്കെ, ഇത്രയേ ഉള്ളൂ പറയാൻ.